ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ചെയ്യുന്ന എല്ലാ ടെസ്റ്റ് നെറ്റ് എയർ ഡ്രോപ്സിൻ്റെയും അപ്ഡേറ്റ്സ് ആണ്. ഓൾറെഡി ചെറിയ അപ്ഡേറ്റ്സ് എല്ലാം തന്നെ ടെലഗ്രാമിൽ ഞാൻ ഷെയർ ചെയ്ത് കഴിഞ്ഞു. ഇതിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് മാത്രമാണ് നമ്മൾ ഷെയർ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇതുവരെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്ത് പോവുക. കാരണം ഒരുപാട് ആൾക്കാർ അവിടെ ഷെയർ ചെയ്യുന്ന അപ്ഡേറ്റ്സും കാര്യങ്ങളൊന്നും അറിയുന്നില്ല. അതിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് ടാക്സിൻ്റെ കാര്യം. ടാക്സിൻ്റെ പാർട്ട് 2 വീഡിയോ എന്തുകൊണ്ട് ഇതുവരെ ചെയ്തില്ല എന്നതിൻ്റെ അപ്ഡേറ്റ് ഞാൻ ഓൾറെഡി ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് ആൾക്കാർ അത് കണ്ടിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ലിങ്ക് താഴെ കൊടുക്കാം, ടെലഗ്രാമിൽ ജോയിൻ ചെയ്ത് വെക്കുക. അത് തന്നെ നമ്മൾ നോക്കുന്നത് ലെയർ എഡ്ജിൻ്റെ അപ്ഡേറ്റ് ആണ്. ഓക്കെ, ലെയർ എഡ്ജിൽ എല്ലാത്തിൻ്റെയും വീഡിയോസ്, ഓരോ അപ്ഡേറ്റിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്ത് വന്നു എന്ന് വിചാരിക്കുന്നു. അവസാനമായിട്ട് വന്നത് പ്രൂഫ് ഓഫ് ഹ്യൂമാനിറ്റി ആയിരുന്നു. 40 ഹ്യൂമാനിറ്റി സ്കോർ ആക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 40 എന്നുള്ളത് 20 കുറച്ചിട്ടുണ്ട്. 20 എല്ലാവരും എലിജിബിൾ ആയിരിക്കും. ടെലഗ്രാമിൽ ഞാൻ ഓൾറെഡി എലിജിബിലിറ്റി, നിങ്ങൾക്ക് എയർ ഡ്രോപ്പിന് എലിജിബിലിറ്റി ഉണ്ടോ എന്നറിയാനുള്ള ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും പോയിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, എലിജിബിൾ ആണ് എന്നുണ്ടെങ്കിൽ അടുത്തതായിട്ട് വരാനിരിക്കുന്നത് എയർ ഡ്രോപ്പ് ചെക്കറാണ്. ഓക്കെ, അതിന് മുൻപായിട്ട് തന്നെ നമുക്ക് എത്രത്തോളം അലോക്കേഷൻ ആണ് തരാൻ പോകുന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇന്നലെ ഇവരുടെ ടോക്കണോമിക്സ് ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു എഡ്ജ് എൻ എന്ന് പറയുന്ന ടോക്കണാണ് ഇവരുടെ ടോക്കണിൻ്റെ നെയിം എന്ന് പറയുന്നത്. ടോട്ടൽ സപ്ലൈയുടെ 46% കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഇവർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു പെർസെൻറ്റേജ് ആയിരിക്കും നമുക്ക് എയർ ഡ്രോപ്പായിട്ട് കിട്ടുക. ടോട്ടൽ സപ്ലൈ എന്ന് പറഞ്ഞാൽ 1 ബില്യൺ കോയിൻസ് ആണ്. ആ കിട്ടുന്ന എയർ ഡ്രോപ്പ് 100% അൺലോക്ക്ഡ് ആയിരിക്കും. വെസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിസ്റ്റ് ചെയ്യുന്ന ദിവസം തന്നെ നമുക്ക് മുഴുവൻ കോയിൻസ് സെല്ല് ചെയ്യാൻ പറ്റും എന്ന കാര്യമാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. ഇനി എന്തായാലും ഫ്യൂച്ചറിൽ ചേഞ്ച് ആവുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഓക്കെ, ഇനി അപ്കമിംഗ് ആയിട്ട് എന്താണ് ലെയർ എഡ്ജിൽ വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ മെയ് 2025, അതായത് ഈ ഒരു മാസം തന്നെ എയർ ഡ്രോപ്പ് ചെക്കർ വരും, ക്ലെയിം വരും, TGയും വരും എന്നാണ് നിലവിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ സ്റ്റേക്കിംഗ് പ്ലാറ്റ്ഫോം ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്, മെയിനെറ്റ് വരുന്നുണ്ട്. ഇതൊന്നും ആർക്കും ഇൻട്രസ്റ്റ് ഇല്ല. ഞാൻ ഓൾറെഡി ടെലഗ്രാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു മെയിനെറ്റിന് ആർക്കും ഇൻട്രസ്റ്റ് ഉണ്ടോ, മെയിനെറ്റിന് ഗൈഡ് ചെയ്യണം എന്നുള്ള കാര്യം. ആരും തന്നെ ഇൻട്രസ്റ്റ് ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും എയർ ഡ്രോപ്പ് ചെക്കറും ക്ലെയിമും വരുന്നത് മെയ് മാസത്തിൽ തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് മെയിനായിട്ട് ഇവിടെ പറയാനുള്ളത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് പോർട്ടൽ ടു ബിറ്റ്കോയിൻ്റെ വേർഷൻ 2 ടെസ്റ്റ് നെറ്റ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി വേർഷൻ 1 ചെയ്ത പോലെ തന്നെ എല്ലാ ടാസ്കുകളും കംപ്ലീറ്റ് ആക്കി പോവുക, ഡിസ്കോഡിൽ റോള് ക്ലെയിം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ പോർട്ടൽ ടു ബിറ്റ്കോയിൻ്റെ മെയിൻ വീഡിയോയിൽ കൃത്യമായിട്ട് കാണിച്ചതാണ്. ആ സെയിം കാര്യങ്ങൾ തന്നെ പുതിയ റോൾസ് വരുമ്പോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ നമുക്ക് കാണാനുള്ളത് ഇവരുടെ പോർട്ടൽ ടു ബിറ്റ്കോയിൻ്റെ വാലറ്റ്. ഇതും ഞാൻ കൃത്യമായിട്ട് മെയിൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും പോയി ചാനൽ കാണുക. എന്നിട്ട് എന്ത് ചെയ്യുക, സ്വാപ്പുകൾ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ചെയ്ത പോലെ ഇതേറിയം ബിറ്റ്കോയിൻ ആക്കുക, ബിറ്റ്കോയിൻ ഇതേറിയ ആക്കുക, സൊലാന ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്, സൊലാനയ്ക്ക് സ്വാപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് സ്വാപ്പുകൾ. ഇപ്പം എന്തായാലും എററാണ്, എറേഴ്സ് സാധാരണ പോലെ തന്നെ ടെസ്റ്റ് നെറ്റ് ആയതുകൊണ്ട് ഉണ്ടാവും. അപ്പോൾ സ്വാപ്പുകളും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ ചെയ്യുക. ടെസ്റ്റ് നെറ്റ് വേർഷൻ 2 ആണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേർഷൻ 3 ഉണ്ടോ എന്നറിയില്ല. ലിസ്റ്റിംഗ് എന്താണെന്ന ഡീറ്റെയിൽസ് ഒന്നും ഇപ്പം നിലവിൽ അവൈലബിൾ അല്ല. കൃത്യമായിട്ട് സ്വാപ്പുകളും കാര്യങ്ങളും വരുത്തുക, ആക്ടിവിറ്റീസ് കൃത്യമായിട്ട് ക്ലെയിം ചെയ്ത് പോവുക. ഓക്കെ, ഇതുപോലെ ഒരുപാട് ആക്ടിവിറ്റീസ് ജനറേറ്റ് ചെയ്യുക. അതെൻ്റെ സെക്കൻഡ് വാലറ്റ് ആണ്, അതുകൊണ്ടാണ് ജനുവരിയിൽ ചെയ്ത ട്രാൻസാക്ഷൻ മാത്രം ഇവിടെ കാണുന്നത്. ഞാൻ മെയിനായിട്ട് ഫാം ചെയ്യുന്ന അക്കൗണ്ട് വേറെയാണ്, അതിൽ ഞാൻ കൃത്യമായിട്ട് എല്ലാ ട്രാൻസാക്ഷനും ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ട്രാൻസാക്ഷൻസ് കാര്യങ്ങളെല്ലാം ദിവസം ഒരെണ്ണെങ്കിലും വെച്ച് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ വീക്കിലി ഒരെണ്ണെങ്കിലും, ഏറ്റവും കുറഞ്ഞ് വീക്കിലി ഒരെണ്ണെങ്കിലും ചെയ്യുക. ഒരാഴ്ചയിൽ ഒരു 2 ട്രാൻസാക്ഷനെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അതാണ് നമുക്ക് പോർട്ടൽ ടു ബിറ്റ്കോയിനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. ഇനി എക്സ് എന്ന് പറഞ്ഞാൽ ഹെമി എയർ ഡ്രോപ്പ് ആണ്. എനിക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഉള്ള പ്രൊജക്റ്റാണ് ഹെമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹെമിയിൽ നമ്മൾ ഓൾറെഡി ടെസ്റ്റ് നെറ്റ് ചെയ്താണ്, ടെസ്റ്റ് നെറ്റ് എൻഡ് ആയി കഴിഞ്ഞു. ഇപ്പോൾ മെയിൻ നെറ്റാണ് റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മെയിൻ നെറ്റിൻ്റെ വീഡിയോ വേണമെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ, 3/4 ആൾക്കാരും പറയുന്നത് മെയിൻ നെറ്റ് വേണ്ട എന്നുള്ള കാര്യമാണ്. അവരുടെ കയ്യിൽ $10 പോലും മെയിൻ നെറ്റിന് വേണ്ടി മുടക്കാനില്ല എന്നുള്ള കാര്യമാണ്. അപ്പോൾ പിന്നെ ഞാൻ വെറുതെ എൻ്റെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോ ഒന്നും ചെയ്യാത്തത്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. മെയിൻ നെറ്റ് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതാണ് സോണിയത്തിൻ്റെ അപ്ഡേറ്റ് എന്താണ്, സോണിയത്തിൻ്റെ അപ്ഡേറ്റ് എന്താണെന്നുള്ള കാര്യം. ഓൾറെഡി ഞാൻ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. സോണിയത്തിൻ്റെ ടെസ്റ്റ് നെറ്റ് ചെയ്തവർക്ക് എയർ ഡ്രോപ്പ് ഇല്ല, മെയിൻ നെറ്റ് ചെയ്യുന്നവർക്ക് മാത്രമാണ് എയർ ഡ്രോപ്പ് ഉള്ളത്. ഓക്കെ, മെയിൻ നെറ്റ് ചെയ്യാൻ നമ്മളുടെ കമ്മ്യൂണിറ്റിയിലെ 3/4 ആൾക്കാർക്കും താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് നമ്മൾ അതിൻ്റെയും ഗൈഡ് ചെയ്യാത്തത്. അപ്പോൾ തീർച്ചയായിട്ടും മെയിൻ നെറ്റുകൾ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്, ചെയ്യും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിൽ അറിയിക്കുക. എങ്കിൽ മാത്രമായിരിക്കും ഞാൻ ഇതിൻ്റെതും അതുപോലെ തന്നെ ബാക്കിയുള്ള മെയിൻ നെറ്റുകളുടെ എല്ലാം വീഡിയോസ് ചെയ്യുക. ഇതിൽ ഡിമോസിൻ്റെ വെരിഫിക്കേഷൻ നമ്മൾ ഓൾറെഡി ടെസ്റ്റ് നെറ്റിൽ ചെയ്തതാണ്. മെയിൻ നെറ്റിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മിനിമം 2 എണ്ണെങ്കിലും ചെയ്യണം. ഓക്കെ, അത് നിങ്ങൾ മറക്കരുത്. മെയിൻ നെറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ച 2 പ്രാവശ്യം വെരിഫൈ ചെയ്യാൻ പറ്റും. മിനിമം 2 വെരിഫിക്കേഷൻ എങ്കിലും വേണം ഇവരുടെ മെയിൻ നെറ്റ് സീസൺ എൻഡ് ആവുന്നതിന് മുൻപ്. ഓക്കെ, ഇപ്പോഴും മെയിൻ നെറ്റ് സീസൺ 1 റണ്ണിങ് ആണ്.
ഇതുവരെ നിങ്ങൾ മെയിനിൽ പങ്കെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ഒരുപാട് സമയം ബാക്കിയുണ്ട്. ഒരുപാട് ടാസ്കുകൾ ചെയ്യാം, ഒരുപാട് പോയിന്റ്സ് ഏൺ ചെയ്യാം, ഒരുപാട് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന പ്രൊജക്റ്റാണ് ഹെമി. ഒരുപാട് ഫണ്ടിങ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്നവരെല്ലാം ചെയ്തു പോവുക. ഗൈഡ് വേണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കുക. ഞാൻ മുഴുവനായിട്ടുള്ള വീഡിയോ പ്രൊവൈഡ് ചെയ്ത് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ ചെയ്യണം താല്പര്യമുള്ളവരുണ്ട്, വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. എന്നിട്ട് മാത്രം സ്റ്റാർട്ട് ചെയ്യുക. അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, തെറ്റിക്കരുത്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ വേണമെങ്കിൽ പറയുക, എന്നിട്ട് അത് കണ്ട് ചെയ്യുക. അല്ലാതെ വെറുതെ ഞാൻ വീഡിയോ ഇട്ടിട്ട് ചെയ്യാതിരിക്കരുത്. അപ്പോൾ എൻ്റെ ടൈം വേസ്റ്റ് ആവും, നിങ്ങൾക്കും അത് ഉപകാരമില്ലാതെ പോകും. ലിസ്റ്റിങ്ങോ കാര്യങ്ങളൊന്നും ഇപ്പോൾ അവൈലബിൾ അല്ല. ലിസ്റ്റിംഗ് 4 ആഴ്ചയ്ക്കുള്ളിൽ നടത്തുമെന്നാണ് 2 ആഴ്ച മുൻപ് പറഞ്ഞത്. അപ്പോൾ ഇനി 2 ആഴ്ചയും കൂടി സമയമുണ്ട്. മെയ് മാസത്തിൽ തന്നെ ഉണ്ടാവുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത്. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. നല്ല പ്രൊജക്റ്റാണ്. അപ്പോൾ ഉറപ്പായിട്ടും നല്ല എയർഡ്രോപ്പ് കിട്ടുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. കമ്മ്യൂണിറ്റി അലോക്കേഷൻ എത്രയാണെന്ന് അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എത്ര കിട്ടുമെന്ന് പറയാൻ പറ്റും. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം എന്താണ് ഹെമിയിൽ നടക്കാൻ പോകുന്നത്. അടുത്തതായിട്ട് വലിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഹ്യൂമാനിറ്റി പ്രോട്ടോക്കോളിലാണ്. ഹ്യൂമാനിറ്റി പ്രോട്ടോക്കോൾ ഞാൻ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ചെയ്ത പ്രൊജക്റ്റാണ്. ഹ്യൂമാനിറ്റി പ്രോട്ടോക്കോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നിലവിൽ ഫേസ് 2 സ്റ്റാർട്ടായി കഴിഞ്ഞു. ഫേസ് 2 എന്നാണ് വരിക എന്ന് ഒരുപാട് ആൾക്കാർ ചോദിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഫേസ് 2 സ്റ്റാർട്ടായിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇൻ്റർഫേസ് തന്നെ മുഴുവനായിട്ട് മാറിയത് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ കയ്യിലുണ്ടായിരുന്ന റിവാർഡ്സ് കളക്ട് ചെയ്തിരുന്ന പോയിൻറ്റ്സ് RWT പോയിന്റിൽ നിന്നും HP പോയിൻ്റായിട്ട് ഹ്യൂമാനിറ്റി പ്രോട്ടോക്കോൾ പോയിൻ്റായിട്ട് മാറിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് സോഷ്യൽ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. KYC വരാനുണ്ട്, ഹ്യൂമാനിറ്റി മൾട്ടിപ്ലയർ വരാനുണ്ട്, വെരിഫിക്കേഷൻ നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. ഈ ഒരു വെരിഫിക്കേഷൻ യൂറോപ്പിലെല്ലാം സ്റ്റാർട്ടായി കഴിഞ്ഞു. അവരുടെ തന്നെ ഒരു മെഷീൻ ഉണ്ട്. അതിൽ നമ്മളുടെ പാം, അതായത് കൈപ്പത്തി വെച്ചുകൊണ്ട് നമ്മൾ ഹ്യൂമൻ ആണെന്ന് തെളിയിച്ച് വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓരോരുത്തർക്കും യുണീക്ക് ആയിട്ടുള്ള ഒരു അക്കൗണ്ടേ പറ്റൂ എന്ന കാര്യം മനസ്സിലാക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കൈയൊക്കെ വെച്ചാൽ മതി. എന്തായാലും പാം സ്കാനിങ് നമുക്കും ഉടനെ തന്നെ വരും. നമ്മൾക്ക് നമ്മുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് തന്നെ പാം ഇൻപുട്ട് ചെയ്യാമെന്നാണ് നിലവിൽ പറയുന്നത്. നടക്കുമെന്നുള്ള അറിയില്ല. എന്തായാലും യൂറോപ്പിലും കാര്യങ്ങളൊക്കെ തന്നെ ഇവരുടെ വെരിഫിക്കേഷൻ ഇവരുടെ തന്നെ മെഷീനിൽ ഇവർക്ക് തന്നെ പാം സ്കാൻ ചെയ്യാനുള്ള മെഷീൻ ഉണ്ട്, അതിൽ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മളുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു പാം വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ന്യൂസും നിലവിൽ ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഫോസറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റും. ഇവിടെ വന്ന് ഈ ഒരു ഫോസറ്റ് ക്ലെയിം ചെയ്യുക. ഇത് ഞാൻ മെയിൻ വീഡിയോയിൽ കാണിച്ചതാണ്. നിങ്ങളുടെ വാലറ്റ് അഡ്രസ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. സെൻഡ് മീ THP എന്ന് പറയുന്ന ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ആൽക്കമിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരുപാട് പ്രാവശ്യം ആൽക്കമി ഞാനൊരു വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു THP ടോക്കൺസ് കിട്ടും. ഇവരുടെ തന്നെ ഫോസറ്റിൽ നിന്നും കിട്ടിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾ ക്ലെയിം ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഇവിടെ ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ബ്രിഡ്ജസും കാര്യങ്ങളൊക്കെ നിലവിൽ ചെയ്തു പോവുക. ഒരുപാട് എറേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം, അത് നിങ്ങൾ മൈൻഡ് ആക്കേണ്ട. എന്തായാലും സഫോലി ചെയ്ത് നമുക്ക് എന്താക്കാൻ പറ്റും, ഈ ഒരു ഹ്യൂമാനിറ്റി ടെസ്റ്റ്നെറ്റ് THP പോയിൻ്റായിട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും അതും ചെയ്തു പോകാൻ ഞാൻ കാണിച്ചു പോകുന്നില്ല, കാരണം ഒരുപാട് സമയം എടുക്കും. ബ്രിഡ്ജിങ്ങിന് എറേഴ്സ് ഉണ്ട്, ഒരുപാട് എറേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ 5-6 പ്രാവശ്യം ചെയ്ത് നോക്കുക. അതിൽ ഒരു പ്രാവശ്യം എന്തായാലും സക്സസ് ആവും. പെൻഡിങ്ങിലൊക്കെ വരുന്ന സക്സസ് ആവും. പിന്നെ ഡെയിലി കയറുക, ക്ലെയിം അടിക്കുക എന്നുള്ളത് മാത്രം ഇപ്പോൾ ചെയ്താൽ മതി. ബ്ലോക്ക് ചെയിൻ ട്രാൻസാക്ഷൻ അല്ല, അതുകൊണ്ട് തന്നെ ക്ലെയിം അടിച്ച് അപ്പം തന്നെ ക്ലെയിം ആവും. ഒരുപാട് സമയമോ കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. ലിങ്ക് അക്കൗണ്ട്സിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് അക്കൗണ്ട് നമുക്ക് ലിങ്ക് ചെയ്യാനുണ്ട്. ഡിസ്കോഡ് ഉണ്ട്, ഗൂഗിൾ ഉണ്ട്, X ഉണ്ട്, എല്ലാം തന്നെ ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ എല്ലാം ഇവിടെ ലിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും. ഇതിപ്പോൾ ലോഡായിട്ടുണ്ട്. നേരത്തെ ലോഡാവാത്തതാണ്. ഇതെല്ലാം ടെലഗ്രാമിൽ ഞാൻ വന്ന സമയത്ത് തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് സോഷ്യൽ മീഡിയ അക്കൗണ്ട് കണക്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ എന്തായാലും കൃത്യമായിട്ട് ഫാം ചെയ്ത് KYC വരാനുണ്ട്. അത് ചെയ്യുന്നവർക്ക് എക്സ്ട്രാ ബൂസ്റ്റ് ഇവിടെ കിട്ടും. വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് നമുക്ക് ഉടനെ തന്നെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും കൃത്യമായിട്ട് ഫാം ചെയ്ത് പോവുക. നല്ലൊരു എക്സ്പെക്റ്റേഷൻ ഉള്ള പ്രൊജക്റ്റാണ് ഹ്യൂമാനിറ്റി പ്രോട്ടോക്കോൾ. കാരണം നല്ല ഒരു കമ്മ്യൂണിറ്റിക്ക് വില കൊടുക്കുന്ന പ്രൊജക്റ്റാണ് നിലവിൽ. ഇപ്പോൾ ഇനി എയർഡ്രോപ്പ് ലിസ്റ്റിങ്ങിൻ്റെ സമയത്ത് എന്താണ് നടക്കാമെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അത് നമുക്ക് അപ്പം മാത്രമേ അറിയാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും 100% ഇത്ര രൂപ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാമെന്ന് ഒരു പ്രൊജക്റ്റൊന്നും പറയില്ല. ചിലപ്പോൾ ഇന്ന് 0 റുപ്പീസ് ആയിരിക്കും കിട്ടുക, ചിലപ്പോൾ 1 ലക്ഷം കിട്ടിയേക്കാം. നമ്മളുടെ ഭാഗ്യം പോലെ എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാതെ ഒരിക്കലും ഒരു എയർ ഡ്രോപ്പും ടെസ്റ്റ്നെറ്റ് ആയിക്കോട്ടെ, ടെലഗ്രാം ആയിക്കോട്ടെ, എന്ത് എയർ ഡ്രോപ്പ് ആയിക്കോട്ടെ, ഒരു ഫിക്സഡ് എമൗണ്ട് ഇല്ല. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നല്ല പ്രൊജക്റ്റുകളും തോന്നുന്നതെല്ലാം ഫാം ചെയ്യുക. അപ്പോൾ നമുക്ക് 10 എണ്ണം ഫാം ചെയ്ത് കഴിഞ്ഞാൽ 2 എണ്ണത്ത് നല്ല എയർ ഡ്രോപ്പ് കിട്ടും. ആ ഒരു കാര്യം എപ്പോഴും നിങ്ങൾ മനസ്സിൽ വെക്കുക. നെക്സ്റ്റ് അപ്ഡേറ്റ് പറയാനുള്ള ഫ്രാക്ഷൻ എയുടെ അപ്ഡേറ്റ് ആണ്. വലിയൊരു അപ്ഡേറ്റ് ആണ് ഫ്രാക്ഷൻ എയിൽ നമുക്ക് പറയാനുള്ളത്. ഫ്രാക്ഷൻ എയിൽ ഇപ്പം മെയിൻ നെറ്റ് അവൈലബിൾ ആയിട്ടുണ്ട്. മെയിൻ നെറ്റ് ബേസ് നെറ്റ്വർക്കിലാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ബേസ് നെറ്റ്വർക്കിൽ ഇതേറിയം ഉണ്ട്. ഒറിജിനൽ ഇതേറിയം, സഫോലി ഇതേറിയം അല്ല, ഒറിജിനൽ ക്യാഷ് കൊടുത്ത് മേടിക്കുന്ന ഇതേറിയം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മെയിൻ നെറ്റിൽ പങ്കെടുക്കാം. ഒരുപാട് ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവില്ല, കാരണം ഫണ്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ല. ചെറിയ ഫണ്ട് $10 മിനിമം നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു മെയിൻ നെറ്റിൽ പങ്കെടുക്കാൻ പറ്റും. എല്ലാവർക്കും ഇപ്പോൾ നിലവിൽ അവൈലബിൾ അല്ല. ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് അവൈലബിൾ അല്ല. ചിലപ്പോൾ നിങ്ങൾ കാണുമ്പോൾ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, കയറി ചെക്ക് ചെയ്ത് നോക്കുക. ഫ്രാക്ഷൻ എൻ്റെ സൈറ്റിലേക്ക് പോയാൽ മതി. നേരെ മെയിൻ നെറ്റിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇവിടെ നിങ്ങളുടെ വാലറ്റ് വൈറ്റ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക്
നിലവിൽ ഈ ഒരു മെയിനെറ്റിൽ പങ്കെടുക്കാൻ പറ്റുക. അപ്പോൾ ഉടനെ തന്നെ എല്ലാവർക്കും പബ്ലിക്ലി മെയിനെറ്റ് അവൈലബിൾ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വാലറ്റ് കണക്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഞാനവിടെ കണക്ട് വാലറ്റ് കൊടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ സൈൻ മെസ്സേജ് കൊടുക്കുന്നുണ്ട്. എൻ്റെ വാലറ്റ് വൈറ്റ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാണ് ഞാനിപ്പോൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ വാലറ്റ് ഇവിടെ വൈറ്റ് ലിസ്റ്റഡ് ആണ്. അതുകൊണ്ടാണ് എനിക്ക് കയറാൻ പറ്റിയത്. ഇപ്പോൾ എല്ലാവർക്കും അവൈലബിൾ അല്ല, കുറഞ്ഞ ആൾക്കാർക്ക് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്കും ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, എയർ ഡ്രോപ്പിൻ്റെ മെയിൻനെറ്റ് സെക്ഷനിലേക്ക് എൻട്രി ഇപ്പോൾ കിട്ടും. ഓക്കെ, എല്ലാവർക്കും എന്തായാലും കിട്ടും. 1-2 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വന്നിട്ടുണ്ടാവും. നിങ്ങളുടെ വാലറ്റ് വൈറ്റ് ലിസ്റ്റഡ് ആണോ എന്ന് ജസ്റ്റ് കയറി നോക്കിയാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു പേജിലേക്കാണ് വരിക. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ഏജൻറ്റ് കൊടുക്കുക. നമ്മൾ ടെസ്റ്റ്നെറ്റിൽ ചെയ്ത പോലെ തന്നെ ഫണ്ട് ആഡ് ചെയ്തുകൊണ്ട് ഒരു ഏജൻറ്റിനെ ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ടെസ്റ്റ്നെറ്റിൽ ചെയ്തത് എന്താണ്, സെഫോലി ഇതേറിയാണ് അല്ലേ, ഒറിജിനൽ ഇതേറിയ അല്ല. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഒറിജിനൽ ഇതേറിയമാണ് എന്ന കാര്യമാണ് വ്യത്യാസം. ഇവിടെ ഒറിജിനൽ ഫണ്ടാണ് ചിലവാകുന്നത്. ടെസ്റ്റ്നെറ്റ് ആയപ്പോൾ ഫേക്ക് ആയിട്ടുള്ള ഡമ്മി ആയിട്ടുള്ള ഫണ്ടായിരുന്നു. ഇവിടെ ആഡ് ഫണ്ട് ടു യുവർ വാലറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കാർഡ് വെച്ച് പേ ചെയ്യാം, എക്സ്ചേഞ്ചിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്യാം, നമുക്ക് വേറൊരു വാലറ്റിന് ട്രാൻസ്ഫർ ചെയ്യാം, നമ്മുടെ എന്ത് ചെയ്യാം QR കോഡ് വെച്ച് വേണമെങ്കിൽ റിസീവ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ എൻ്റെ വേറൊരു വാലറ്റിൽ നിന്നാണ് സെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ട്രാൻസ്ഫർ ഫ്രം വാലറ്റ് കൊടുക്കുകയാണ്. അതിനുശേഷം ഒരുപാട് വാലറ്റുകൾ കാണാൻ പറ്റും. എൻ്റെ വാലറ്റ് എന്ന് പറയുന്നത് OKX ആണ്. ഞാൻ OKX ക്ലിക്ക് ചെയ്തു. അപ്പോൾ USDC ആണ് നമ്മൾ ഇങ്ങോട്ടേക്ക് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ 10 USDC തൊട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. മിനിമം 10 USDC ആണ് വേണ്ടത് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഞാനവിടെ കണ്ടിന്യൂ കൊടുക്കുന്നു. മിനിമം $10 ഉണ്ടായാൽ മാത്രം മതി. ഈ ഇതേറിയത്തിൽ നിന്നും ബേസ് നെറ്റ്വർക്ക് ആയിരിക്കണം എന്ന കാര്യം നിർബന്ധമാണ്. ബേസ് നെറ്റ്വർക്കിൽ നിങ്ങളുടെ കയ്യിൽ കുറച്ച് ഇതേറിയ ഉണ്ടെങ്കിൽ അത് സ്വാപ്പ് ചെയ്തുകൊണ്ട് USDC ആക്കാം. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈസിലി നിങ്ങൾക്ക് ഈ ഒരു മെയിനിൽ പങ്കെടുക്കാം. ഓക്കെ, ഞാൻ എന്തായാലും $10 ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. കൺഫേം വിത്ത് OKX വാലറ്റ് കൊടുത്തു. എനിക്കിവിടെ ട്രാൻസാക്ഷൻ അപ്രൂവൽ വന്നിട്ടുണ്ട്, കാണാൻ പറ്റും. $0.007 ഇവിടെ ഗ്യാസ് ഫീ, വളരെ കുറഞ്ഞ ഗ്യാസ് ഫീ ആണ്. ബേസ് നെറ്റ്വർക്ക് ആയതുകൊണ്ട് തന്നെ കൺഫേം കൊടുത്തു. ഒരു ട്രാൻസാക്ഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ടെസ്റ്റ്നെറ്റിൽ ചെയ്ത സെയിം സംഭവം തന്നെ. നിങ്ങൾക്ക് ഏജൻറ്റ് നെയിം കൊടുക്കണം, അവതാർ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, പ്രോംപ്റ്റും കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ സ്പേസ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒരു 2 സ്പേസ് നമുക്ക് അവൈലബിൾ ആണ്. BTC ട്രേഡ് വാർ ഉണ്ട്, അതുപോലെ തന്നെ ബിറ്റ് ടാക്ടോ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് BTC ട്രേഡ് വാർ ആണ്. നമ്മൾ ടെസ്റ്റ്നെറ്റിൽ ചെയ്ത സെയിം സാധനം തന്നെ, പേരും ചെയ്യുന്ന സംഭവങ്ങളും കുറച്ച് വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. ഓക്കെ, ഞാനിവിടെ എല്ലാം ജനറേറ്റ് വിത്ത് AI കൊടുക്കുകയാണ്. സ്വന്തമായിട്ട് പ്രോംപ്റ്റോ പേരോ ഒന്നും കൊടുക്കുന്നില്ല. ടെസ്റ്റ്നെറ്റിൽ ചെയ്ത സെയിം സാധനം തന്നെ. ടെസ്റ്റ്നെറ്റിൽ നമ്മൾ ഓൾറെഡി ചെയ്തുകൊണ്ടാണ് വീണ്ടും ഞാൻ എടുത്തത് ഓരോന്ന് ഇന്ന സാധനമാണെന്ന് പറയാത്തത്. ക്രിയേറ്റ് ഏജൻറ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട്. ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അപ്രൂവലും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഇവിടെ കാണാൻ പറ്റും നമുക്ക് ഏജൻറ്റ് സക്സസ്ഫുൾ ആയിട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സ്പേസിസിലേക്ക് പോയതിന് ശേഷം നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ബിറ്റ് ടാക്ടോക്ക് പുതിയൊരു ഏജൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ പങ്കെടുക്കാൻ പറ്റും. ഇവിടെ നമ്മളിപ്പോൾ ചെയ്തതാണ് BTC ട്രേഡ് വാറിൻ്റെ ഏജൻറ്റാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ജോയിൻ സ്പേസ് കൊടുക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, എത്ര USDC വെച്ചിട്ട് നമുക്ക് ചെയ്യണം എന്ന കാര്യം നമുക്ക് കാണാം. ഇവിടെ എൻട്രി ഫീ എന്ന് പറഞ്ഞാൽ 1 അവൈലബിൾ ബാലൻസ് എൻ്റെ കയ്യിൽ 10 ഞാൻ നേരത്തെ സെലക്ട് ചെയ്തത് 10 10 ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തത്. ഒറിജിനൽ USDC ആണ്, ഒറിജിനൽ പൈസയാണ്. ഓക്കെ, ഇവിടെ സെലക്ട് ഏജൻറ്റ്, നമ്മുടെ നേരത്തെ നമ്മൾ സെലക്ട് ചെയ്ത ഏജൻറ്റ് കൊടുക്കുന്നു. അതിനുശേഷം ഞാനവിടെ 1 USDCൻ്റെ എമൗണ്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം പ്രാക്ടീസ് ചെയ്ത് നോക്കാം, എന്നിട്ട് മാത്രം എമൗണ്ട് മുടക്കി നോക്കുക. അതിനുശേഷം ജോയിൻ സ്പേസ് കൊടുക്കുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റും ആ സ്പേസിലേക്ക് നമ്മൾ ജോയിൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം ടെസ്റ്റ്നെറ്റിലുള്ള പോലെ തന്നെ ഇവിടെ മാച്ച് മേക്കിംഗ് ആണ്, എല്ലാം ഓട്ടോമാറ്റിക് ആണ്. നമ്മളൊന്നും ചെയ്യേണ്ടതായിട്ടില്ല, എല്ലാം ഓട്ടോമാറ്റിക്കലി നടന്നോളും. നമ്മൾ വെയിറ്റ് ചെയ്താൽ മാത്രം മതി. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ചെയ്യുന്ന സിമുലേഷൻ എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് ആണ്. പക്ഷേ റിയൽ ടൈമോ കാര്യങ്ങളൊന്നും അല്ല. എനിക്ക് തോന്നുന്നത് റിയൽ ടൈം ചാർട്ടും കൂടി കൊണ്ടുവരികയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാവും നമുക്ക് എക്സ്പീരിയൻസ്. ഇത് ബിറ്റ് കോയിൻ്റെ പഴയ ഒരു ചാർട്ടിൽ ട്രേഡ് പ്ലേസ് ചെയ്തുകൊണ്ട് ഓട്ടോമാറ്റിക് ആണല്ല, നമുക്കൊന്നും മാനുവൽ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഓരോ ഏജൻറ്റുകൾ എന്താണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് കാണാൻ പറ്റും ഓട്ടോമാറ്റിക്കലി നമ്മുടെ എൻ്റെ ഏജൻറ്റ് സെലക്ട് ചെയ്തിരിക്കുന്നത് ലോങ് പൊസിഷനാണ്. പക്ഷേ ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്ന ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഷോർട്ടിലേക്കാണ്. അപ്പോൾ ഷോർട്ട് എടുത്തവരായിരിക്കും ജയിക്കുക. ഓക്കെ, എല്ലാം ഓട്ടോമാറ്റിക്കാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ കൊടുത്ത പ്രോംപ്റ്റിനനുസരിച്ചാണ് ഇത് റണ്ണാവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പ്രോംപ്റ്റ് കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മേലേക്കും താഴേക്കൊക്കെ റാങ്ക് മാറ്റാൻ പറ്റും. അത് നിങ്ങൾ ചെയ്യാം. ഓക്കെ, പക്ഷേ ചീറ്റിംഗ് ചെയ്യരുത്. കൃത്യമായിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രോംപ്റ്റ് മാറ്റാം, ഒരു പ്രശ്നമില്ല അതിന്. പക്ഷേ എന്തെങ്കിലും ലൂപ്പ് ഹോൾ ഉണ്ടെങ്കിൽ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഇങ്ങനെയാണ് മെയിനിൽ പങ്കെടുക്കേണ്ടത്. ഇവിടെ 3/5 കാണാൻ പറ്റും. 5/5 ആയി കഴിഞ്ഞ് ഈ റൗണ്ട് തീരും. അങ്ങനെ നമുക്ക് ഫ്രാക്ടൽ പോയിന്റ്സ് എത്ര കിട്ടി, USDC എത്ര കിട്ടി എന്ന കാര്യങ്ങളൊക്കെ അറിയാനും പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ഫ്രാക്ഷൻ എയിൽ പറയാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻസിൽ ചോദിക്കുക. അതിൻ്റെ റിപ്ലൈ ഞാൻ ടെലഗ്രാമിൽ അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യും. ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ടെലഗ്രാം എയർ ഡ്രോപ്സിൻ്റെ അപ്ഡേറ്റ്സ് വേണോ, അതുപോലെ തന്നെ മെയിനെറ്റ് ഗൈഡ് വേണോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻസിൽ അറിയിക്കുക. നമ്മൾ വീഡിയോസ്
അതിനനുസരിച്ച് മാത്രമായിരിക്കും ചെയ്യുക. ഓക്കെ, അപ്പോൾ ടാക്സിൻ്റെ വീഡിയോ ഡിലേ ആവുന്നതിൻ്റെ കാരണമല്ല എന്ന് തന്നെ ഞാൻ ഓൾറെഡി ടെലഗ്രാമിൽ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതും എല്ലാവരും ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ എൻഡ് ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക്, ഷെയർ, സബ് കാര്യങ്ങളെല്ലാം ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. സീ യു സൂൺ. ബൈ.